ഏതൊരു സ്ഥലമല്ല, ഇതാണ് ബെൻഹാം സൂ. ഓക്കെ, ഒന്നൊന്നും ഇതുവരെ അറിയത്തില്ലായിരുന്നു. അപ്പൊ സർപ്രൈസ് കൊടുത്താണ്. ഐഡമോൾക്കും ചിച്ചുവിനും അറിയായിരുന്നു അല്ലേ? ഓക്കെ, അനച്ചൻ റെഡി? ഇറ്റിച്ചൻ റെഡിയാണോടാ? റോസ്മോൾ റെഡിയാണോ? ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഇത് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, പക്ഷെ ഇപ്പൊ എന്നോട് പപ്പ പറഞ്ഞു ഇത് പൊന്നൂസിന് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. അവള് കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. വരുന്ന വഴിക്ക് സൂവിലേക്കുള്ള ഡയറക്ഷനൊക്കെ ബോർഡുകളൊക്കെ കാണുമ്പോൾ അവൾ ചോദിക്കും, നമ്മൾ സൂവിൽ പോവാണോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറയും, അല്ല, ആ വഴിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടെ നമ്മുടെ ജസ്റ്റിൻ ചേട്ടനും ഫാമിലിയും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം എന്നൊക്കെ ഞങ്ങൾ പറയായിരുന്നു. ഈ ലെവന്മാർക്കാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, എവിടെയെങ്കിലും പോയി കളിക്കണം, അത്രേ ഉള്ളൂ. സൂവിലേക്ക് കയറുമ്പോൾ മീർ ക്യാറ്റ്സിൻ്റെ ഒരു ഫാമിലീനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഫാമിലിക്ക് മീർ ക്യാറ്റിനെ കുറിച്ച് സൂ കീപ്പർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലാണ് പൊതുവെ ഈ മീർ ക്യാറ്റ്സ് കാണപ്പെടുന്നത്. നല്ല വരണ്ടതും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലവുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ചെറിയ ഇൻസെക്റ്റും സ്കോർപ്പിയൻസും സ്പൈഡേഴ്സൊക്കെയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണങ്ങൾ. അവിടുന്ന് ഞങ്ങൾ പോയത് ഫാം ബാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരിടത്തേക്കാണ്. ചെറിയൊരു ഫാം. അവിടെ റാബിറ്റ്സും ഗിനി പിഗ്സും ഗോഡ്സ്, കാളകൾ എല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടാവുന്ന രീതിയിൽ, അവയുടെ ആവാസ വ്യവസ്ഥ അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് എലികൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അല്ലെ അടുക്കളയിലൊക്കെ പണി തരുന്നത്, എങ്ങനെയാണ് അവരവരുടെ ജീവിത രീതി നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഇവിടെ ഡെമോ ചെയ്ത് കാണിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൗത്ത് ഇന്ത്യക്കാരായ സീയും ബോയും എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് കാളകളെ നമുക്ക് കാണാൻ സാധിക്കും. ലെവന്മാരുടെ കൊമ്പുകൾ തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട്. ഫുഡ് കഴിക്കാൻ അവരുടെ കീപ്പർ വിളിക്കുമ്പോൾ മിടുക്കന്മാരായിട്ട് കൂടെ പോയി നിന്ന് കഴിക്കുന്നു. ഞങ്ങൾ പോകുന്ന ടൈമിൽ ബെൻഹാം സൂമിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 4 ആണ്. ചില സമയത്ത് 10 to 5 വരെ ഇങ്ങനെ ടൈം വേരിയേഷൻ ആകാറുണ്ട്. ആടുകളെ ഇട്ടേക്കുന്നിടത്ത് നമുക്ക് കയറി പോകാവുന്നതാണ്. അവരെ തൊടാനും തലോടാനും കുട്ടികൾക്ക് പറ്റുന്നതാണ്. വളരെ മര്യാദരാമന്മാരായി അവർ നിന്ന് തരുന്നതുമാണ്. റിയൽ ആനിമൽസ് അകത്തുണ്ട്. ബെൻഹാം സൂവിൽ സീസൺ അനുസരിച്ച് കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റാണ്. മുതിർന്നവർക്ക് 25 പൗണ്ടാണ് ഒരു ടിക്കറ്റിന്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ജൂൺ മാസത്തിലാണ്. ഇപ്പം ഓഗസ്റ്റിൽ അത് ക്ലോസ്ഡ് ആവും. സോ ആ സമയത്ത് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരാൾക്ക് കുട്ടികൾക്ക് 19 പൗണ്ടും മുതിർന്നവർക്ക് 25 പൗണ്ടുമാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് 2 പൗണ്ടും. ചിച്ചുമോളെ ഐഡമോളെ തൊടുന്നവനോ? ഒരു ഫോട്ടോ എടുത്തോമേ.
ഇട്ടിച്ചൻ കയറിയുന്ന മാള് റോസമനം തൊടിച്ചെടി റോസമനം തൊടിച്ചെടി റോസമനം തൊടിച്ചെടി. 100-ൽ പരം മൃഗങ്ങളുണ്ട് ബെൻഹാം സൂവില്. പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സീസണൽ ഇവൻറ്റ്സും എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് മറക്കാനാവാത്ത ഒരു ദിവസം മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിവിടം. നോർഫോക്ക് റീജിയനിലെ ഏറ്റവും വലിയ സൂവും ഇതാണ്. സൗത്ത് അമേരിക്കക്കാരായ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ് ഈ മൂങ്ങകൾ. പിന്നെ ഞങ്ങൾ കണ്ടത് ഓസ്ട്രേലിയക്കാരായ ചിലരെയാണ്, എമുവും റെഡ് കങ്കാരൂസും. സെക്കൻഡ് ലാർജസ്റ്റ് ബേർഡാണ് എമു. ഇവരും കങ്കാരൂസും ഒരേ ഇടത്തിലാണ് താമസിക്കുന്നത്. ബെൻഹാം സൂവിലുള്ളത് ചുവന്ന കങ്കാരുകളാണ്. ഒറ്റച്ചാട്ടത്തിൽ 8 മീറ്റർ വരെ സഞ്ചരിക്കാനും മണിക്കൂറിൽ 35 മൈൽ വരെ വേഗത്തിൽ ഓടാനും ഇവർക്ക് കഴിയും. ഇവിടുത്തെ ചെറുപ്പക്കാരനായ കങ്കാരുവിൻ്റെ പേര് ജോയി എന്നാണ്. ഇവിടെ വിശാലമായ ഒരിടത്ത് ഒറ്റയ്ക്ക് നടക്കുന്ന സൊമാലിയൻ വൈൽഡ് ആസിനെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കൂട്ടില് ലോകത്തിലെ ഏറ്റവും ചെറിയ മാനായ ചില്ലിയൻ പുഡു എന്നറിയപ്പെടുന്ന മാനിനെ കാണാൻ സാധിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ ആശാൻ കിടന്ന് ഉറക്കമായിരുന്നു. ചില്ലിയിലും പെറുവിലുമാണ് ഈ മാനുകൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വോൾസിനെയാണ്. ഇവരുടെ ഈ കൂടിനോട് ചേർത്ത് ഒരു വ്യൂ പോയിന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ കയറി നിന്ന് അവരുടെ കൂട്ടിലെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ കൂട്ടിൽ റെഡ് ഫുട്ടഡ് ടോട്ടോയ്സിനെയും ഇങ്കുവാനേനെയും നമുക്ക് കാണാൻ സാധിക്കും. റൈനോസറസ് ഇങ്കുവാന ഇവൻ ഒരു 1.5 സൈസാണ്. കുട്ടികൾക്കെല്ലാം ഇവനെ ഒത്തിരി ഇഷ്ടമായി. ഇവൻ ഇട്ടിരിക്കുന്ന പേര് കൊളംബസ് എന്നാണ്. പിന്നെ ഞങ്ങൾ പോയത് കുട്ടികളുടെ സ്റ്റേജ് ഷോ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ സ്റ്റേജ് ഷോ നടത്തുന്ന ചെറുപ്പക്കാരായവർ കുട്ടികളെ നല്ലപോലെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്കെല്ലാം ആ ടൈഗറിൻ്റെ കൂടെ ഡാൻസ് കളിക്കാനും അവർ അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ ആ ടൈഗറിനൊപ്പം ഡാൻസ് കളിച്ചതിന് ശേഷം ടൈഗറിനെ അവർ തിരികെ പറഞ്ഞു വിടുകയും പിന്നെ ബബിൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ശരിക്കും കുട്ടികൾ പൊളിച്ചടക്കി ആ സമയത്ത്. Okay. Throughout the whole part, you've just got to stay behind the black and yellow line for me. And also, if you want the bubble machines to be turned on, when I play the music, you still need to keep dancing to keep the bubble machines on, guys. Who can catch the most bubbles?
കുട്ടികൾ ശരിക്കും പൊളിച്ചടക്കി. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും. ബബിൾസിന് പുറകെ ചാട്ടോ ഓട്ടോ എല്ലാം ഉണ്ടായിരുന്നു. ഈ ബബിൾ ഡാൻസ് കഴിഞ്ഞ ശേഷം നമ്മുടെ ടൈഗർ തിരിച്ചു വരികയും കുട്ടികൾക്കൊപ്പം ഫോട്ടോഷൂട്ടും അവിടെ ഉണ്ടായിരുന്നു. ചില മുതിർന്ന കാർന്നവന്മാരുടെ ഡാൻസും ഇതിൽ ശ്രദ്ധേയമായിരുന്നു. പിന്നെ പോയത് ജിറാഫുകളെ കാണാനാണ്. ഈസ്റ്റ് ആഫ്രിക്കക്കാരായ മെഹ്റിയും സൂറിയും ഇനീഖയുമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ചെല്ലുമ്പോൾ 3 പേരും അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ജിറാഫിനോട് കൂടിനോട് ചേർത്ത് നമ്മുടെ ഡോങ്കികളുടെ ഒരു കൂടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ടത് സൗത്ത് അമേരിക്കക്കാരായ ആൽപക്കാസ് ഫാമിലിനെയാണ്. ഇവര് നല്ല വീട് കാവൽക്കാരും അതോടൊപ്പം ഇവരുടെ രോമം കമ്പിളിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എത്യോപ്യൻ മേഖലയിൽ കണ്ടുവരുന്ന ഒരുതരം മങ്കി വർഗത്തിൽപ്പെട്ടവരാണ് ജൽഡാസ്. പൊതുവെ മടിയന്മാരാണ് ഇവര്. പിന്നെ കാണാൻ പോയത് പെൻഗ്വിനുകളുടെ ലോകത്തേക്കാണ്. ഞങ്ങളത് നോക്കുന്ന സമയത്ത് ആരും പുറത്തില്ലായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവരെല്ലാവരും കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ എല്ലാവരും ഓരോരുത്തരായി വെള്ളത്തിലേക്ക് ചാട്ടമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ. കുട്ടികൾ ശരിക്കും അതെല്ലാം എൻജോയ് ചെയ്തു. അവർ നല്ലപോലെ ആ കാഴ്ചയെല്ലാം ആസ്വദിച്ചിരുന്ന് കണ്ടു. ഇവരുടെ ഈ ചാട്ടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ കീപ്പർ വന്ന് ഫുഡൊക്കെ ആയിട്ട് വന്ന് റെഡി ആയിട്ടിരുന്നു. കുറച്ച് വലിയ വീഡിയോസാണ് ഇത്. അപ്പോൾ അതിനാൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ സബ്സ്ക്രൈബൊക്കെ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.